ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വീണ്ടും പുതിയ ഒരു വീഡിയോ മാട്ടെത്തിയിരിക്കുകയാണ്. ഞാനാണ് കൂൾമമ്മ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി മസാജ്. അപ്പൊ നമ്മളെ കണിക്കൊന്ന ഫൗസിയുടെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതി ടയർഡായി ഗൈസ്. എങ്ങനെ ടയർഡ് ആവാതിരിക്കും? കണിക്കൊന്ന ഫൗസിയുടെ കുറെ കൂട്ടുകാരികൾ, പേരെടുത്ത് പറയാൻ ഞാൻ അത്ര ആഗ്രഹിക്കുന്നില്ല. യൂണിഫോം കണക്ക് നീല കളർ ചുരിദാറും ഇട്ട് 1 ലിറ്റർ സ്പ്രേയും 2.5 കിലോ പുട്ടി, എന്നിട്ട് ഫ്ലോട്ട് കണക്ക് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കൂൾമമ്മ ഞാൻ മുല്ലപ്പൂന്ന് മേടിച്ചോണ്ട് വേടാ, കൂൾമമ്മ ചോറിന് ഇച്ചിരി അച്ചാർ വിളമ്പടാ, കൂൾമമ്മ ഒന്ന് എഴുന്നേറ്റിട്ട് ഇരിയിടാ. അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ഞാൻ കുഴഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ച എന്റെ ബോഡിക്ക് ഒരു മസാജ് കൊടുക്കാം. അങ്ങനെ മസാജ് കൊടുക്കാന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ബോബന് മോളിക്കകത്ത് ഒരു പട്ടിയുണ്ട്. അതായത് അവരെവിടെ പോയാലും കൂടെ ആ പട്ടിയും പോകും. അതേപോലെ കൂൾമമ്മ എവിടെ പോയാലും അംബാസഡർ കാറിന്റെ ഫ്രണ്ട് കണക്കത്തെ മുഖവും അതിനകത്തൊരു വേലി കെട്ടി വെച്ചേക്കുന്ന കണക്കത്തെ മീശയുമായിട്ട് തൗഫീഖ് ബീഡിയും വരും. കൂൾമമ്മ നിന്നാ ഇവനും നിൽക്കും, കൂൾമമ്മ തിരുന്നാ ഇവനും ഇരിക്കും. കൂൾമമ്മ തൂ അല്ലെങ്കിൽ വേണ്ട ഞാൻ അങ്ങനെ എന്തൊക്കെയാണെങ്കിലും ഞാനൊന്ന് മസാജ് ചെയ്യാന്ന് വിചാരിച്ചിടെ. അങ്ങനെ നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഡ്രീംസ് മാൾ. നമ്മളെ മസാജ് ചെയ്യാൻ വേണ്ടി ഈ സിംഹാസനം കണക്കത്തെ കസേരയിൽ ആദ്യം പിടിച്ചിരുത്തും. എന്നിട്ട് നമ്മളെ കൈ രണ്ടും കൂടെ ഈ കസേരയുടെ സൈഡിലോട്ട് ചൊതുക്കി വെക്കാൻ പറയും. എന്നിട്ട് ഈ കസേരയുടെ മുകളിലിരിക്കുന്ന സ്ലേറ്റ് പിടിച്ച് ഇവന്മാർ രണ്ട് തോണ്ടും. അപ്പൊ ഈ കസേര പയ്യെ അങ്ങോട്ട് അനങ്ങാൻ തുടങ്ങും. പിന്നെ ചാജാ ഹോസ്റ്റക്കിന് ഹൈ ആ ഫീലാണ് ഗൈസ്. നല്ല കുളിര് കോരുന്ന സുഖം. ബാക്കിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ എന്തൊക്കെയോ ഒരു സാധനം വന്ന് നമ്മളിങ്ങനെ മസാജ് ചെയ്യും. നമ്മൾ അതിലിങ്ങനെ അലിഞ്ഞലിഞ്ഞേ പോകും. ആ സുഖമാണ്. ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് മസാജ് ചെയ്യണം ഗൈസ്. അപ്പൊ നമ്മളെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു സന്തോഷമാണ്, ഒരു കുളിര്. അത് കഴിഞ്ഞ് നമ്മൾ ലുലു മാളിന്റെ അകത്ത് കയറി കളിപ്പാട്ട സെക്ഷന്റെ അവിടെയൊക്കെ കയറി ഒന്ന് കറങ്ങി. ഒന്നും മേടിക്കാനൊന്നും അല്ലെങ്കിലും വെറുതെ അതൊക്കെ ഒന്ന് കാണാനല്ലേ ഏത്. അപ്പോഴാണ് ഞാൻ എന്റെ കൂടെ കോളേജിൽ പഠിച്ച 2 സുഹൃത്തുക്കളെ കണ്ടത്. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് യവനൊന്നും ക്ലാസ്സിനും കയറാതെ കണ്ട വാഴത്തോപ്പിലും മന്തിക്കടയിലും ഒക്കെ നിരങ്ങി നടന്നു. അതുകൊണ്ട് പഠിച്ച ജോലി കിട്ടിയില്ല. പക്ഷേ എങ്കിലും അവന്മാർ കഷ്ടപ്പെട്ട് ലുലു മാളിൽ നല്ല ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. നല്ല പിള്ളേരാണ്. ഒന്നാമത്തെ കാര്യം കൂൾമമ്മന്റെ കൂട്ടുകാരാണ്. അതിന്റെ ഒരു ക്വാളിറ്റി അവന്മാർക്ക് രണ്ടിനും കാണാം. അത് കഴിഞ്ഞ് ഞാൻ എന്റെ ഉമ്മായും ഹൃദയത്തിന്റെ കഷ്ണവുമായ സബീലക്ക് ഒരു ഡയറി മിൽക്ക് മേടിച്ചു. വേറെ കൊണ്ടല്ല ഞാൻ മേടിച്ചത്, സബീലായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല, ഒരു വള ഞാൻ പണയം വെക്കാൻ ചോദിച്ചപ്പോൾ തരാം എന്ന് അർത്ഥസമ്മതം മൂളിയായിരുന്നു. അതുകൊണ്ടൊന്ന് സോപ്പിടാനും കൂടി വേണ്ടിയാണ് മേടിച്ചത്. ഏത് പിന്നെ സബീല ഒരു പാവമായിട്ട് കൂൾമമ്മ എന്തോ ചെയ്താലും അതങ്ങ് വിശ്വസിക്കും. എന്റെ ഉമ്മാക്ക് ഇപ്പോഴും അറിയത്തില്ല ഞാനൊരു കള്ളനാണ്. ഞാൻ കള്ളനാന്ന് അറിഞ്ഞാൽ അവർ ചങ്ക് പൊട്ടിച്ചാവും. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചെറിയ ഡയറി മിൽക്ക് കൊടുത്ത് ചെറിയ ഞുണുക്ക് വിദ്യകൾ കാണിച്ച് അവരെ ഞാനങ്ങ് പറ്റി. അങ്ങനെയൊക്കെയാടേ കൂൾമമ്മ ജീവിക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ.